നീ പറഞ്ഞത് ശരിയാ. ഒരുപക്ഷെ ഈ കാട്ടിൽ ഈ മരമില്ലായിരുന്നെങ്കിൽ മോട്ടു നമ്മുടെ കൂടെ തന്നെ കാണുമായിരുന്നു. കരടി അടുത്തുള്ള മരത്തിനു നേരെ കൈ കാണിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഈ മരമില്ലായിരുന്നെങ്കിൽ മോട്ടു ജീവനോടെ ഉണ്ടായിരിക്കുമെന്ന് നീ പറഞ്ഞില്ലേ? നീ എന്താ പറഞ്ഞു വരുന്നത്? മോട്ടു ഈ സ്ഥലത്തിലേക്ക് വരികയായിരുന്നു. അന്ന് നല്ല വെയിലുമുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ ഈ മരത്തിന് താഴെ ഇരുന്ന് വിശ്രമിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഈ മരത്തിൽ നിന്നും എന്തോ ഒരു കറ താഴെ വീണു. അത് അവന്റെ കണ്ണിലും വീണു. ഇത് കേട്ടതും എല്ലാ മൃഗങ്ങളും ആ മരത്തിന്റെ ചില്ലയിലേക്ക് നോക്കി. അപ്പോൾ ആന പറഞ്ഞു, അയ്യോ അതെ, ആ മരത്തിൽ നിന്നും എന്തോ കറ വീഴുന്നുണ്ടല്ലോ. അത് കാണാൻ വെറും കറ പോലെയാ, എന്നാൽ അത് വളരെ ആപത്തേറിയതാ. എപ്പോൾ ആ കറ വീണോ കുറച്ചു നേരത്തിനുള്ളിൽ മോട്ടു അന്ധനായി മാറി. അതിനുശേഷം അവന്റെ കണ്ണ് അവന് ഒട്ടും തന്നെ കാണാതെയായി. അന്ധനായി കഴിഞ്ഞ് അവൻ അവിടെയും ഇവിടെയുമായി കുറെ നാൾ കറങ്ങി നടന്നു. അതിനുശേഷം അവൻ എവിടെ പോയെന്ന് ആർക്കും തന്നെ അറിയില്ല.